صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم: إن لله خلقا خلقهم لهوائج الناس يفزع الناس إليهم في هوائجهم. صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങളെ, ഉലമാക്കളെ, ഉമറാക്കളെ, അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന കുണ്ടൂർ ഉസ്താദ് അല്ലാഹു അടുത്ത ദറജ ഏറ്റിക്കൊടുക്കട്ടെ. മഹാനവരുടെ റൂസ് പരിപാടി എല്ലാ വർഷവും മുൻ വർഷത്തെക്കാൾ കൂടുതൽ കൂടുതൽ ഉയർന്നു വരികയാണ്. അവിടുത്തെ ജീവിതകാലത്ത് അവർ സംഘടിപ്പിക്കുന്ന പരിപാടി പോലെ തന്നെയാണ് അവിടുത്തെ യോഗത്തിന് ശേഷവും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് നമ്മളിൽ നിന്ന് അങ്ങനെ മരിച്ചു പിരിഞ്ഞു എന്ന് പറഞ്ഞുകൂടാ. നമ്മുടെ കൂടെ തന്നെ അവർ ഉണ്ട്. ഔലിയാഉല്ലാഹി ലാ യമൂതൂന ബൽ യന്തഖിലൂന മിൻ ദാരിൻ ഇലാ ദാർ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കന്മാർ യഥാർത്ഥത്തിൽ മരിക്കുന്നില്ല. അവർ ഒരു വീടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റിയ പരുവത്തിലേ ഉള്ളൂ. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമെങ്കിൽ അതാണ് നാം ഇവിടെ കാണുന്നത്. ബഹുമാനപ്പെട്ടവർ നടത്തിക്കൊണ്ടിരുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങൾ അവിടുത്തെ ഹയാത്ത് കാലത്ത്, ആ പ്രവർത്തനങ്ങളൊക്കെ ശേഷവും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വലിയ സ്നേഹത്തിന്റെ ഉടമയായ ഉസ്താദ് അവர்கள் ആ മഹബത്ത്, ഖൽബിൽ നിന്നുള്ള മഹബത്ത്, അതിന്റെ വെളിച്ചത്തിൽ റബീഉൽ അവ്വൽ മാസം വരുമ്പോ എത്ര ആളുകൾക്കാണ് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നത്? ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത്ആമുത്ആം, ഭക്ഷണം കൊടുക്കുക. അയ്യുൽ ഇസ്ലാമി അഫ്ളു, ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഏതാണെന്ന ചോദ്യത്തിന് മറുപടിയായി ഇത്ആമുത്ആം, ഭക്ഷണം കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോ അത് ഇന്നും അവിടെ വഫാത്തായ അന്ന് മുതൽ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഏതെല്ലാം നല്ല നല്ല കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുക, അത് നടപ്പിൽ വരുത്തുക. ഇതാണ് അവിടുത്തെ ജീവിതകാലത്ത് ഇഷ്ടപ്പെട്ട കാര്യമെങ്കിൽ അത് തന്നെയാണ് വഫാത്തിന് ശേഷവും ഇവിടെ നടക്കുന്നത്. ഏറ്റവും നാം കേൾക്കുന്നത് പോലെയുള്ള പേരിന് ഉറൂസാണെങ്കിലും അതോടനുബന്ധിച്ച് ഇസ്ലാം അംഗീകരിക്കാത്ത, ഇസ്ലാമിന് നിരക്കാത്ത പല കാര്യങ്ങളും നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. ഇവിടെ അതില്ല. മറ്റൊരു കാരണവും കൂടി നേരത്തെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചു. ശരിക്കുമുള്ള ഒരു ആലിമിന്റെ നിയന്ത്രണം ഇതിന് ഇവിടെ ഉണ്ട്. ആ നിയന്ത്രണത്തിലാണ്
ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും കൂടുതൽ കൂടുതൽ വിജയത്തിലേക്ക് എത്തുകയല്ലാതെ അതിന് യാതൊരു കുറവും സംഭവിക്കില്ല. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മറ്റൊരു പ്രത്യേകത, പലയിടത്തും ഒറ്റയാനയായി ഇരിക്കുന്ന പലരെയും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആയിരുന്നില്ല മഹാനായ ഉസ്താദ് അവർ. പിന്നെയോ സുന്നത്ത് ജമാഅത്തിന്റെ ആലികൾക്ക്, വിശിഷ്യ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളവകൾ, അതേപോലെ തന്നെ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവர்கள், ഇവരടക്കമുള്ള ആലിമ്യങ്ങൾക്ക് എന്നും താങ്ങും തണലുമായി നിന്ന മഹാനാണ് അവർ. സംഘടന വിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഒരു സമയത്തും ആരെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിന്റെ പോഷക സംഘടനകളായ ധാരാളം സംഘടന കുടുംബങ്ങൾ നമുക്കറിയാം. എല്ലാത്തിനും അപ്പോൾ ആവശ്യമായ രീതിയിലുള്ള എല്ലാ നിലക്കുള്ള ഹെൽപ്പുകളും സഹായങ്ങളും ചെയ്തുകൊണ്ട് ദീനുൽ ഇസ്ലാം അഥവാ സുന്നത്ത് ജമാഅത്ത് ഇവിടെ എപ്പോഴും ഉയർന്നു നിൽക്കണം. ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, അല്ലാഹുവിന്റെ വചനം അതിവിടെ ഉയർന്നു നിൽക്കാൻ വേണ്ടിയാണ് ഇസ്ലാം പറയുന്ന ജിഹാദ് എന്ന് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ പ്രവർത്തിച്ചത് സുന്നത്ത് ജമാഅത്താകുന്ന ദീൻ അതിവിടെ ഉയർന്നു നിൽക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആ പ്രവർത്തനം എന്നും ഇവിടെ ശോഭിച്ചു നിൽക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ജീവിതകാലത്ത് ഉദ്ദേശിച്ച പോലെ അവിടുത്തെ വഫാത്തിന് ശേഷവും എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട യൂസുഫുൽ ജീലാനി തങ്ങൾ നമ്മുടെ സ്റ്റേജിലേക്ക് വരും. അള്ളാഹു എത്തിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസ്മരിക്കുന്ന അവിടുത്തെ കീർത്തനങ്ങൾ പറയുന്ന മാസമാണ് റബീഉൽ അവ്വൽ മാസം നമുക്ക് സമാഗതമാകുന്നത്. ആ മാസത്തിൽ നാം ഒക്കെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കീർത്തിക്കുന്ന, മൗലിദ് പാരായണം ചെയ്യുന്ന, അതൊക്കെ എടുത്തുപോയ പോലെ വീടുകളിൽ നിന്ന് ഏതെങ്കിലും കേന്ദ്രത്തിലേക്ക് മാത്രം മാറിയതുപോലെ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടി വരും. പഴയ കാലങ്ങളിൽ ഇന്നത്തെ അപേക്ഷിച്ച് സാമ്പത്തികമായ ചുറ്റുപാട് വളരെ കുറവാണെങ്കിലും ചില കച്ചവടക്കാരായ ആളുകൾ അവർ നടത്തുന്ന കച്ചവടത്തിൽ നിന്ന് എല്ലാ ദിവസവും ഒരു ചെറിയ ഭാഗം മാറ്റിവെച്ച് കൊല്ലത്തിൽ വലിയ ഒരു മൗലിദ് പരിപാടി നടത്തിയിരുന്ന സമ്പ്രദായം പഴയ കാലത്ത് നാം കണ്ടിരുന്നു. ഇന്ന് അതിനാവശ്യമില്ല. ഓരോരുത്തർക്കും ഉദ്ദേശിച്ച സമയത്ത് നടത്താൻ അല്ലാഹു തആല അതിനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പലരും അത് ശ്രദ്ധിക്കുന്നില്ല. നാം ആ സുന്നത്തുകളൊക്കെ ഹയാത്താക്കണം എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് നടത്തുന്ന മൗലിദ് പോലെ നാം നമ്മുടെ രാജ്യത്ത് പ്രദേശങ്ങളിലൊന്നും അങ്ങനത്തെ മൗലിദ് പരിപാടി നടത്തുന്നത് കാണാറില്ല. അപ്പോ അതിൽ നിന്നൊക്കെ നമുക്ക് പാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയും ആണ് മഹാനായ ഉസ്താദ് അങ്ങനെ വലിയ പരിപാടി നടത്തിയിരുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും കഴിവനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മൗലിദിനെ ഹയാത്താക്കുക എന്ന മഹത്തായ കാര്യം നാം ഒക്കെ ഈ സമയത്ത് ഓർക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ ഹുബ്ബുർ റസൂൽ സമ്മേളനത്തിൽ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് ആദരണീയരായ സാദാത്തുക്കൾ, നേതാക്കൾ, ആലിമീങ്ങൾ എല്ലാവരും നമ്മുടെ വേദിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതായി ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ പ്രസംഗിക്കുന്നു. ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله عظيم الشان
شديد البطش والبرهان. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانهر. إن شانئك هو الأبتر. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സർവാദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, സുന്നി സംഘ കുടുംബങ്ങളിലെ സമുന്നതരായ നേതാക്കൾ, സഹൃദയരായ സഹോദരി സഹോദരന്മാർ, മാന്യശ്രോതാക്കൾ, മഹാനായ ശൈഖുന കുണ്ടൂർ ഉസ്താദ് ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ്